നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. യൂസ്ഡ് കാറുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ലഭ്യമാകുന്ന വടകരയിലെ ആദ്യത്തെ സ്ഥാപനം എ മോട്ടോഴ്സിന്റെ ട്രൂ വാല്യൂ കൈനാട്ടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മണിയൂർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും 23 വർഷങ്ങൾക്ക് മുൻപ് പടിയിറങ്ങിയ പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും വീണ്ടും സ്കൂൾ അങ്കണത്തിൽ ഒത്തുചേർന്നു. ഒരു വട്ടം കൂടെ ആ കശുമാവിൻ തോപ്പിലെ പള്ളിക്കൂടത്തിലേക്ക് ഓർമ്മകൾ തേടി അവർ എത്തി. ഈ തിരുമുറ്റത്ത് ഇത്തിരി നേരം എന്ന് പേരിട്ട പരിപാടിയിൽ 15ഓളം പൂർവാധ്യാപകർ പങ്കെടുത്തു. സ്കൂൾ പ്രിൻസിപ്പൽ രാജീവൻ ടി.പി. പരിപാടി ഉദ്ഘാടനം ചെയ്തു. 2002 മാർച്ചിൽ നടന്നിട്ടുള്ള SSLC പരീക്ഷ എഴുതിയവരുടെ ഒരു കൂട്ടായ്മ, അത് തിരികെ വീണ്ടും സ്കൂളിലേക്ക് 23 വർഷത്തിന് ശേഷം വരുമ്പോൾ എനിക്ക് നിങ്ങളെക്കുറിച്ച് അഭിമാനമാണ്. ചടങ്ങിൽ ജാബിർ VKC അധ്യക്ഷനായി. സാബിർ KT സ്വാഗതം പറഞ്ഞു. ഞങ്ങൾ വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെൻറ്റിലാണുള്ളത്. ഏകദേശം 1/4 നൂറ്റാണ്ട് 23 വർഷമായി ഞങ്ങൾ ഈ ഗേറ്റ് കടന്ന് പോയിട്ട്. അന്ന് ഞങ്ങൾ വീട്ടിലേക്ക് ചെന്ന് അന്ന് ഞങ്ങളുടെ ആ ഒരു യൂണിഫോം അയച്ച് അമ്മയുടെ അലക്ക് ബക്കറ്റിലേക്ക് ഇട്ടപ്പോൾ അന്ന് അതിലൂടെ അലിഞ്ഞില്ലാതായി പോയിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ, ഓർമ്മകൾ അതൊന്ന് വീണ്ടും റീക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒത്തൊരുമിച്ചതാണ്. ഇന്ന് ആ ഒരു 3 വർഷം ഒരു ദിവസത്തിലേക്ക് കുറച്ച് സമയത്തിലേക്കെങ്കിലും ചുരുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ആഗ്രഹിച്ചിട്ടുണ്ട്. ആ ഒരു ആഗ്രഹത്തിൻ്റെ പേര് തന്നെയാണ് എല്ലാവരും എത്തിയിട്ടുണ്ട്. നമ്മുടെ സ്റ്റുഡൻസ് മാത്രമല്ല, നമ്മുടെ ക്ഷണം സ്വീകരിച്ചിട്ട് വളരെ സ്നേഹത്തോടെ ഇഷ്ടത്തോടു കൂടെ നമ്മുടെ ടീച്ചേഴ്സൊക്കെ ഏറെക്കുറെ എല്ലാവരും വന്നിട്ടുണ്ട്. പ്രായാധിക്യവും അത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ കുറച്ച് ടീച്ചേഴ്സ് വന്നിട്ടില്ല, ചില അസുഖങ്ങൾ കാരണം. അല്ലാതെ എല്ലാവരും വളരെ ഉത്സാഹത്തോടെ സന്തോഷത്തോടു കൂടെ വന്നിട്ടുണ്ട്. ഞങ്ങൾ ഈ ഒരു മൊമെന്റിൽ വളരെ ഹാപ്പിയാണ്. ആശംസകൾ അർപ്പിച്ച് റഹീസ് തയ്യിൽ, അജിത് പൈക്കാട്ട്, ലെനിൻ TN, നസറുദ്ദീൻ, രശ്മി CS, ദിവ്യശ്രീ, ലെമിന, സിമി തുടങ്ങിയവർ സംസാരിച്ചു. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല പ്രശ്നങ്ങളുണ്ട്. നമ്മളെ ഇപ്പം ഗെറ്റ് ടുഗദറിൻ്റെ ഭാഗമായിട്ട് നമ്മളെ പല കുളിച്ചോട്ടങ്ങൾ, അങ്ങനെ പല പല കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. പക്ഷേ അതിലൊക്കെ ഉപരി നമ്മളെ ഈ കൂട്ടായ്മയ്ക്ക് വ്യത്യസ്തമുണ്ട്. ഞങ്ങൾ ചാരിറ്റി, അങ്ങനെ കുറേ കാര്യങ്ങൾ ഞങ്ങളിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമ്മളിങ്ങനെ മുന്നിലോട്ട് കരുതുന്നുണ്ട്. ഇനി പല പല കാര്യങ്ങൾക്കും ഇനി കുറേ ഞങ്ങളെ സുഹൃത്തുക്കൾ ഇതിലേക്ക് എത്തിപ്പെടാനുണ്ട്. അവരൊക്കെ എത്തിച്ചേർന്ന് വലിയൊരു ഇനിയും കൂട്ടായി വലിയ വലിയ സംഗമങ്ങളായിട്ട് ഞങ്ങൾക്ക് മാറ്റണമെന്നുണ്ട്. അതൊക്കെയാണ് ഞങ്ങൾ ഈ പ്ലാന്. കുറേ പ്ലാനുകളുണ്ട്. എല്ലാവരെയും ഉൾപ്പെടുത്തി അങ്ങനെ മുന്നോട്ട് പോകണമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. സരിത ചടങ്ങിന് നന്ദി രേഖപ്പെടുത്തി. 100ഓളം പേർ പരിപാടിയിൽ പങ്കാളികളായി. നമ്മളെ കൂടെ പഠിച്ച പല ആളുകളും പല മേഖലയിലായിട്ട് വിദേശ രാജ്യങ്ങളിലും വലിയ വലിയ ജോലികൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്രാരാബ്ദങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന പല ആൾക്കാരും ഉണ്ട്. അവരെയും കൂടിയും സഹായിക്കാൻ വേണ്ടി ഒരു ചാരിറ്റി ആയിട്ടും കൂടിയുള്ളൊരു സംഗമമാണിത്, ഈ കൂട്ടായ്മ. പിന്നെ നാട്ടിൽ നടക്കുന്ന ഒരു ജാതി മതം രാഷ്ട്രീയം ഒന്നും കലരാത്ത ഈ സംഗമം ഇനിയും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ എല്ലാവരും നല്ല രീതിയിൽ പങ്കെടുക്കും.